നല്ലൊരു മൺചട്ടിയിൽ അടിപൊളി ഒരു ബീഫ് മസാല ഉണ്ടാക്കിയാലോ. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 150 ഗ്രാം തൊലി കളഞ്ഞ ചെറിയുള്ളി അങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടെ. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നണ്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. ഒന്ന് ഇളക്കി മിക്സാക്കി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാട്ടാ, അരച്ചതല്ല ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പകരം കൂടി ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി കേട്ടാ 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇളക്കി യോജിപ്പിച്ചത് ആ മസാലയുടെ പച്ചമണം ഒന്നുകൊണ്ട് മാറി വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത 1 കിലോ ബീഫ് കൊണ്ട് ചേർത്ത് കൊടുക്കുക. ഈ ബീഫ് ആ മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് നീട്ടി വെച്ചിട്ട് അങ്ങോട്ട് അടച്ചു വെക്കുക. ഇത് വിറകടുപ്പിൽ ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ആയിക്കാരട്ടാ. എന്നിട്ട് ഇത് ഒന്ന് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അത് വേവോളം അങ്ങനെ ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. എന്നിട്ട് ചൂടുള്ള പൊറോട്ടൻ്റെ കൊണ്ട് ഒരു പിടുത്തം പിടിച്ചാണ്ടല്ലോ യാ മോനെ.